ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എസ് പി ട്യൂട്ടോറിയൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വൈവയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതുപോലെ നിങ്ങളെ തിയറി എക്സാമിനും ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടോക്കൺസ് ഇൻ C++. നമ്മൾ +1 മുതൽ തുടർച്ചയായിട്ട് പഠിക്കുന്നതാണ്. 5 തരം ടോക്കണുകൾ: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇവയ്ക്ക് എക്സാമ്പിൾ കൂടെ ചോദിക്കുന്നുണ്ട്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. C++ൽ പ്രത്യേക ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്: ഫോർ, കേസ്, ഈഫ്, സ്വിച്ച്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. അവിടെ നമുക്കിഷ്ടമുള്ള ഏത് വാക്കും കൊടുക്കാം. കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് റൂൾസ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ നമുക്ക് സം, റിസൾട്ട്, നം, എ, N1 ഇങ്ങനെയുള്ള നമ്മുടെ പേരൊക്കെ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് ലിറ്ററൽസ്. ലിറ്ററൽസിനെ കോൺസ്റ്റൻസ് എന്നും പറയും. നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇൻറ്റിജർ ലിറ്ററൽസ് ആണ്. പോയിൻ്റ് ഉള്ള നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ് ആണ്. സിംഗിൾ കൊട്ടേഷനുള്ളിൽ ഒരു അക്ഷരം കണ്ടു കഴിഞ്ഞാൽ അത് ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. ഡബിൾ കൊട്ടേഷനുള്ളിലുള്ള അക്ഷരങ്ങളെ സ്ട്രിംഗ് ലിറ്ററൽ എന്നുമാണ് പറയുന്നത്. അടുത്തത് പങ്ക്ച്വേറ്റേഴ്സ് ആണ്. നമ്മളെ പ്രോഗ്രാമിൽ ഒരുപാട് സിമ്പിളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സിമ്പിളുകൾ നമുക്ക് പങ്ക്ച്വേറ്റർ എന്ന് പറയാം. പങ്ക്ച്വേറ്റർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പ്രോഗ്രാമിൻ്റെ സിൻടാക്സുകളിലാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും. നമ്മൾ പാരന്തസിസ് അഥവാ ബ്രാക്കറ്റ്, കർലി ബ്രാക്കറ്റ് ഉണ്ട്, ഹാഷ് സിമ്പിൾ ഉണ്ട്, ഇങ്ങനെ സെമി കോളൻ ഉണ്ട്, കോമകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സിമ്പിളുകളെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുക. അടുത്തത് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സും സിമ്പിൾ തന്നെയാണ്, പക്ഷേ ഇത് ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ വെച്ച് കമ്പ്യൂട്ടറിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനത്തെ, അല്ലെങ്കിൽ വാല്യൂസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാൻ വേണ്ടി അഡീഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, ഡിവിഷൻ ഓപ്പറേറ്റർ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡാറ്റ ടൈപ്സ് ഇൻ C++. മെമ്മറി സൈസ്, അതിൻ്റെ യൂസേജ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ 5ആയിട്ട് തരംതിരിക്കാം: ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇതിൻ്റെ സൈസാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാറിൻ്റെ സൈസ് 1, ഇൻറ്റ് 4, ഫ്ലോട്ട് 4, ഡബിൾ 8, വോയിഡിന് സൈസ് ഇല്ല, 0 ബൈറ്റ്. അതിൻ്റെ എക്സാമ്പിളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാർ വെച്ചൊരു മെമ്മറി നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഒരക്ഷരം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് സിംഗിൾ കോട്ടിനുള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് C++ൽ ഉപയോഗിക്കുന്ന ഏത് അക്ഷരം ആവാം. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പർ, പോസിറ്റീവോ നെഗറ്റീവോ ആവാം. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഉള്ള നമ്പർ, അത് പോസിറ്റീവോ നെഗറ്റീവ് ആവാം. ഡബിൾ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഉള്ള വലിയ നമ്പറുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഉപയോഗിക്കുന്നത്. അതും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവാം. വോയിഡിൽ പിന്നെ നമുക്ക് മെമ്മറി ഒന്നും തയ്യാറാവുന്നില്ല, അതുകൊണ്ട് ഒന്നും സ്റ്റോർ ചെയ്യാൻ കഴിയുകയില്ല. ഡിഫറെൻറ്റ് ലൂപ്സ് ഇൻ C++ൽ നമ്മൾ പ്രധാനപ്പെട്ട 3 ലൂപ്പുകളാണ് പഠിക്കുന്നത്: ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ലൂപ്പിൻ്റെ ഒക്കെ ആവശ്യം നമുക്കറിയാം. ഒരേ സ്റ്റേറ്റ്മെൻറ്റുകൾ, C++ലെ ചില വരികൾ റിപ്പീറ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ലൂപ്പ് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ ആദ്യം കണ്ടീഷൻ അഥവാ ടെസ്റ്റ് എക്സ്പ്രഷൻ പരിശോധിക്കുന്നു, ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി വർക്ക് ചെയ്യുന്നു. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൽ ആദ്യം ലൂപ്പ് ബോഡി വർക്ക് ചെയ്യുന്നു, അതിനുശേഷമാണ് കണ്ടീഷൻ പരിശോധിക്കുന്നത്. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിളാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്. വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് പെർസെൻറ്റേജ് എന്നുള്ള സിമ്പിൾ നമ്മൾ C++ ഉപയോഗിക്കുന്നത്. പക്ഷേ പെർസെൻറ്റേജ് അല്ല നമ്മൾ പറയുക, അതിനെ മോഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദ്യം. അത് ഹരണശേഷമുള്ള ശിഷ്ടം കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5നെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് 1 ആയിരിക്കും. 2 × 2 4 ശിഷ്ടം വരുന്നത് 1. ഈ 1 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഹു ഡെവലപ്ഡ് C++? ജെയിംസ് ട്രോട്സ്ട്രപ്പ് എന്നുള്ള
ശാസ്ത്രജ്ഞനാണത് ഡെവലപ്പ് ചെയ്തത്. 1980കളുടെ തുടക്കത്തിലാണത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് C++? .cpp എന്നാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. അഥവാ നമ്മളൊരു C++ ഫയൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോൾ ആ ഫയലിനൊരു പേര് കൊടുക്കുന്നു. .cpp എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്താൽ അത് C++ ഫയലായിട്ട് കമ്പ്യൂട്ടറിൽ സേവ് ആവുകയുള്ളൂ. ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, sample.cpp. സാമ്പിളാണ് ഞാൻ ആ ഒരു ഫയലിന് കൊടുക്കുന്ന പേര്. അപ്പോൾ എപ്പോഴും സേവ് ചെയ്യുമ്പോൾ .cpp എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ച് സേവ് ചെയ്യുക. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് C++ ഉള്ളത്. ലോജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ട്രൂവോ ഫാൾസോ ആയിരിക്കും, അഥവാ ബൂളിയൻ റിസൾട്ട് ആയിരിക്കും. ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. യൂസേജ് ഓഫ് ഡിഫോൾട്ട് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഡിഫോൾട്ട് എന്നുള്ള ടേം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ സ്വിച്ചിലേക്ക് ഒരു വാല്യൂ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ കൊടുത്തിട്ടുള്ള ആ വാല്യൂ ഒരു കേസുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിലാണ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. ഒരു പ്രോഗ്രാം എടുത്ത് നോക്കണം, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും നമ്പറാണ് നമുക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ 10 11 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിന് ആനുപാതികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസേജ് ഓഫ് ബ്രേക്ക് ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്കിൻ്റെ ഉപയോഗം എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ? ബ്രേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ഫ്രം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ്? ഒരു ലൂപ്പിന് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇതിനാണ് എലമെൻറ്റ്സ് എന്ന് പറയുക. 1 ഇനിഷ്യലൈസേഷൻ, 2 ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുക, ഇത് ട്രൂ ഓ ഫാൾസോ പരിശോധിക്കാനുള്ള ഭാഗമായിരിക്കും. 3 അപ്ഡേറ്റ് എക്സ്പ്രഷൻ, 4 ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യൂല. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. വാട്ട് ഈസ് നെസ്റ്റഡ് ലൂപ്പ്? ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരുന്നതാണ് നെസ്റ്റഡ് ലൂപ്പ്. എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ടെർണറി ഓപ്പറേറ്റർ. യൂണറി, ബൈനറി, ടെർണറി എന്നുള്ള 3 ടേമുകളുണ്ട്. അതിൽ ടെർണറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നാണ് അതിൻ്റെ ഉത്തരം. അതിൽ ക്വസ്റ്റ്യൻ മാർക്കും കോളനുമാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ സിമ്പിളായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്? ബ്രേക്ക്, കണ്ടിന്യൂ എന്നുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ പെട്ടതാണ്. ഇത് രണ്ടും ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഒരേ കാര്യം തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിൻ്റെ ബാക്കിയുള്ള ആ വർക്കിംഗ് ഒക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ടെർമിനേറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ കണ്ടിന്യൂ, ഒരു ലൂപ്പിൽ കണ്ടിന്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് ആ ഒരു ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും അതന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള വ്യത്യാസം. ഇത് 2 ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ടേമുകളുടെ ആവശ്യം വരുന്നത്. ബ്രേക്ക് ലൂപ്പിൽ അപ്ലൈ ചെയ്താൽ ആ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, കണ്ടിന്യൂ അപ്ലൈ ചെയ്താൽ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും അടുത്ത ലെവൽ മുതൽ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും. അരേ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു അരയുണ്ട്, ഇൻറ്റ് n of 10, 10 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അരയുണ്ട്. ഒരു അരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ്. അപ്പോൾ 10 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന പൊസിഷനാണ് 0, അവസാനത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന പൊസിഷൻ 9 ആയിരിക്കും. ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ്. ഈ ഒരു n of 10 എന്നുള്ള ഈ അരയുടെ ഫസ്റ്റ് ഇൻഡെക്സ് ഏതായിരിക്കും, ലാസ്റ്റ് ഇൻഡെക്സ് ഏതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ഏതായിരിക്കും, ലാസ്റ്റ് പൊസിഷൻ ഏതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും അരേ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷന് 0 ആയിരിക്കും. അപ്പോൾ പിന്നെ ലാസ്റ്റ് പൊസിഷൻ, അതിൻ്റെ സൈസ് 10 ആണെങ്കിൽ ലാസ്റ്റ് പൊസിഷൻ 9 ആയിരിക്കും. സൈസ് 100 ആണെങ്കിൽ ലാസ്റ്റ് പൊസിഷൻ 99 ആയിരിക്കും. സൈസ് 1000 ആണെങ്കിൽ ലാസ്റ്റ് പൊസിഷൻ 999 ആയിരിക്കും. വാട്ട് ഈസ് അരേ ട്രാവേഴ്സ്? അരേ എന്താണെന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. ഒരുപാട് വാല്യൂസ് അടുത്തടുത്ത് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരേ ഉപയോഗിക്കുന്നത്. ഈ ഒരു അരയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസും, ആ വാല്യൂസിന് എലമെൻറ്റ്സ് എന്നാണ് പറയുക. എല്ലാ വാല്യൂസും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തെടുത്തുന്നത് തിരിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുക, അരേ ട്രാവേഴ്സൽ എന്ന് പറയാം. മുഴുവൻ വാല്യൂസ് എടുത്താൽ ട്രാവേഴ്സൽ എന്ന് പറയാൻ പറ്റുള്ളൂ. വിസിറ്റിംഗ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അരേ, ഒരു അരയിലുള്ള എല്ലാ എലമെൻറ്റ്, എല്ലാ വാല്യൂസും വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക.
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സി ഇൻ ആൻഡ് ഗെറ്റ്സ് ഫംഗ്ഷൻ? സി ഇൻ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ സി ഇൻ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അതിനെ പറയുക. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം ഒരു വാല്യൂ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സി ഇൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ഇൻ ഉപയോഗിക്കുന്നത്. ഗെറ്റ്സ് ഫംഗ്ഷൻ്റെ ഉപയോഗം അത് തന്നെയാണ്. പക്ഷേ നമ്മളൊരു അരയിലേക്ക് ഒരു ഹലോ വേൾഡ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഈ അരയിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ ഈ അരയിൽ ഇത് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് കഴിഞ്ഞിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. ഹലോ വേൾഡ്, ഹലോ കഴിഞ്ഞിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് സ്പേസ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അതേ വർക്കിംഗ് തന്നെയാണ് ചെയ്യുക. അതവിടെ സ്പേസ് അടക്കം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. സി ഇൻ കാനോട്ട് ആക്സെപ്റ്റ് സ്ട്രിങ് വിത്ത് സ്പേസ്. സി ഇന്നിന് ഒരു സ്ട്രിങ്ങിനെ സ്പേസ് അടക്കം സ്റ്റോർ ചെയ്യാനുള്ള കഴിവില്ല. സ്ട്രിങ് പറഞ്ഞാൽ ഒരുപാട് അക്ഷരങ്ങൾ, സ്പേസ് അടക്കം സ്റ്റോർ ചെയ്യാൻ കഴിവില്ല. എന്നാലോ ഗെറ്റ്സ് ഫംഗ്ഷന് ഒരു സ്ട്രിങ്ങിന് സ്പേസ് അടക്കം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാണ് ഗെറ്റ്സ് ഫംഗ്ഷനും സി ഇന്നും വ്യത്യാസം. Which header file in C++ is need for gets function and puts function? Gets ഫംഗ്ഷനും പുട്സ് ഫംഗ്ഷനും ഒരു C++ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് ഹെഡർ ഫയലാണ് ആവശ്യം? CSTDIO എന്നുള്ള ഹെഡർ ഫയലാണ്. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, അതൊരു ഹെഡർ ഫയലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് എഴുതാം ഹാഷ് ഇൻക്ലൂഡ് CSTDIO. അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഗെറ്റ്സ് ഫംഗ്ഷനും പുട്സ് ഫംഗ്ഷനും ആ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുകയുള്ളൂ. വിച്ച് ക്യാരക്ടർ ഈസ് സ്റ്റോർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് അരേ? അപ്പോൾ ഒരു അരയുടെ ക്യാരക്ടർ, അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു അരയുടെ അവസാനത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നൾ ക്യാരക്ടറാണ്. അത് \0 എന്നാണ് അതിൻ്റെ ചിഹ്നം. നൾ ക്യാരക്ടർ എന്നാണ് അതിനെ പറയുക. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ്ങിൽ അക്ഷരങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിനെ സ്റ്റോർ ചെയ്യും. ഇവിടെ നോക്കൂ, ഈ നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഈ ഒരു അരയിൽ നോക്കുക, അതിൻ്റെ ഇൻഡെക്സ് 0 മുതലേ നേരത്തെ പറഞ്ഞു, 0 മുതലാണ് ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് 9-ലാണ്. ക്യാരക്ടർ എന്നുള്ളൊരു വാക്കാണ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അവസാനത്തെ പോർഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നൾ ക്യാരക്ടർ സ്റ്റോർ ആയിട്ടുണ്ട്. അത് സ്ട്രിങ് അവസാനിച്ചാലാണത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ആവുന്നത്. വാട്ട് ഈസ് ആൻ അരേ? അരേ എന്താണെന്നുള്ളതാണ് ചോദ്യം. അരേ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലിമെൻറ്റ്സ്. ഒരേപോലെയുള്ള ഒരു കൂട്ടം വാല്യൂസ്. അത് പോയിൻ്റുള്ള സംഖ്യകളാണെങ്കിൽ ഒക്കെ പോയിൻ്റുള്ള സംഖ്യ, പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളാണെങ്കിൽ ഒക്കെ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യ, അക്ഷരങ്ങളാണെങ്കിൽ ഒക്കെ അക്ഷരങ്ങൾ. ഇവിടെ അക്ഷരങ്ങളാണ് CHARACTER എന്നുള്ള അക്ഷരങ്ങളാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി, തുടർച്ചയായിട്ടുള്ള മെമ്മറികളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വാട്ട് ആർ ദ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഇൻ C++? യൂസേജ് ഓഫ് എനി മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് 3 നമ്മൾ പഠിക്കുന്നത്. അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽ CMath എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഹാഷ് ഇൻക്ലൂഡ് CMath എന്ന് പ്രോഗ്രാമിൻ്റെ ഗ്ലോബൽ ഏരിയ അഥവാ മുകളിൽ എഴുതി കൊടുത്താൽ മാത്രമേ ഈ താഴെ പറയുന്ന ABS ഫംഗ്ഷൻ, പവർ ഫംഗ്ഷൻ, SQRT ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുകയുള്ളൂ. ABS ഫംഗ്ഷൻ ആബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സംഖ്യനെ പോസിറ്റീവ് ആക്കുക. -25 ആബ്സല്യൂട്ട് വാല്യൂ 25, 25 ആബ്സല്യൂട്ട് വാല്യൂ 25 തന്നെ. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യനെ പോസിറ്റീവ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. POW അഥവാ പവർ ഫംഗ്ഷനാണ് രണ്ടാമത്തത്. ഇപ്പോൾ 2⁻3, 5⁻10 ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് പവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. SQRT ആണ്, സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ. 25 സ്ക്വയർ റൂട്ട് 5 ഇങ്ങനെയുള്ള വാല്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് SQRT ഫംഗ്ഷന്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. CMath ആണ് ഇതിനുപയോഗിക്കുന്ന ഹെഡർ ഫയൽ. ക്യാരക്ടർ ഫങ്ഷൻസ് ഇൻ C++. ക്യാരക്ടർ ഫങ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരക്ഷരം പരിശോധിക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു അക്ഷരം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. CC ടൈപ്പാണ് അതിനുപയോഗിക്കുന്ന ഹെഡർ ഫയൽ. അപ്പോൾ നമുക്കൊരു അക്ഷരം 7 ക്യാരക്ടർ ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അക്ഷരം ഈസ് അപ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ അത് വലിയ അക്ഷരമാണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഈസ് ലോവർ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ അക്ഷരമാണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഈസ് ആൽഫ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആൽഫബറ്റ് പെട്ടതാണ്, അത് വലിയ അക്ഷരമാണോ ചെറിയ അക്ഷരമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഈസ് ഡിജിറ്റ് നമ്പർ ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഈസ് ആൽനം ആൽഫബറ്റ്സോ നമ്പറോ ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ടു അപ്പർ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അക്ഷരത്തെ വലിയ അക്ഷരമാക്കി മാറ്റാൻ പറ്റും. ടു ലോവർ നമ്മൾ കൊടുക്കുന്ന അക്ഷരത്തെ സ്മോൾ ലെറ്റേഴ്സിലേക്ക് മാറ്റാൻ പറ്റും, ലോവർ കേസ് ലെറ്ററാക്കി മാറ്റാൻ പറ്റും.
ഇതാണ് ക്യാരക്ടർ ഫങ്ഷൻസും ഇമ്പോർട്ടൻറ്റ്. സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ് അടുത്ത് പറയാനുള്ളത്. സ്ട്രിംഗ് ഫങ്ഷൻസ് 5 എണ്ണാണുള്ളത്. സ്ട്രിംഗ് ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽ C സ്ട്രിംഗ് ആണ്. ഈ ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ എഴുതി കൊടുത്താലേ ഈ 5 സ്ട്രിംഗ് ഫങ്ഷനുകൾ വർക്ക് ചെയ്യുകയുള്ളൂ. ഫസ്റ്റത്തെ സ്ട്രിംഗ് ഫങ്ഷൻ, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അക്ഷരങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങളായിരിക്കും. strlen എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൽ എത്ര അക്ഷരങ്ങളുണ്ട്. ഹെലോ എന്നുള്ളത് ഒരു സ്ട്രിംഗ് ആണ്, അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്. സ്ട്രിംഗ് strlen ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 അക്ഷരങ്ങളാണെന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. strcpy ഒരു സ്ട്രിങ്ങിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് strcpy ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, സ്ട്രിംഗ് കോപ്പി. strcat കോൺകാറ്റിനേറ്റ് അഥവാ 2 സ്ട്രിങ്ങുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് strcat ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 2 സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക അഥവാ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. strcmp ഫംഗ്ഷൻ strcmpy ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. strcmp ഫംഗ്ഷനിൽ 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യുന്നത് ആസ്കി വാല്യൂ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ സ്മോൾ ലെറ്റർ ഹെലോയും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ഹെലോ ഉണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ഹെലോ ആയിരിക്കും വലിയ സ്ട്രിംഗ് ആയിട്ട് പരിഗണിക്കുക. ഇതാണ് strcmp ഫംഗ്ഷൻ. എന്നാൽ strcmpy ഫംഗ്ഷനിൽ കേസസ് ഏതാണെന്നുള്ളത് നോക്കൂല. അപ്പർ കേസ് ആണോ ലോവർ കേസ് എന്നുള്ളത് നോക്കൂല. ഇവിടെ നോക്കൂ, ഹെലോ എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററോ ഹെലോ എന്നുള്ള സ്മോൾ ലെറ്റർ ഉണ്ടെങ്കിൽ രണ്ടും സെയിം ആയിട്ടാണ് പരിഗണിക്കുക. ഇവിടെ പരിശോധന നടത്തുന്നത് ആസ്കി വാല്യൂ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്ന അക്ഷരങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല. എക്സാമ്പിൾ ഫോർ അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ കുറക്കാനും ഗുണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഡിവിഷൻ, ഇതൊക്കെയാണ് അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സം എന്നുള്ള ചിഹ്നത്തിനാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ അഡീഷൻ അസൈൻമെൻറ്റ്, സബ്ട്രാക്ഷൻ അസൈൻമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ്, ഡിവിഷൻ അസൈൻമെൻറ്റ്, മോഡുലസ് അസൈൻമെൻറ്റ് എന്നുള്ള 5 ഓപ്പറേറ്ററുകൾ കിട്ടും. ഇതിനെയാണ് അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് പ്രോഗ്രാമിൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 കീവേഡുകൾ, അതിനാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ബ്രേക്ക്, കണ്ടിന്യൂ വ്യത്യാസം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. ഒരു ഡാറ്റ ടൈപ്പിൽ മാറ്റങ്ങൾ വരുത്തുക, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 കീവേഡുകളെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്നറിയപ്പെടുന്നത്. ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സൈസ്, ഇൻഡ് വെച്ചുണ്ടാക്കിയ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 4 ബൈറ്റ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഡാറ്റ ടൈപ്പിൻ്റെ സൈസ്. അപ്പോൾ ഷോർട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് ഷോർട്ട് ഇൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സൈസ് കുറഞ്ഞ് 2 ആവും. ലോങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 6 ആവും. സൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സ്റ്റോർ ചെയ്യാൻ പറ്റും. അൺസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെമ്മറിയിൽ ആ ഒരു വേരിയബിളിൽ പോസിറ്റീവ് നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ടൈപ്പ് കൺവേർഷൻസ് ഇൻ C++. ടൈപ്പ് കൺവേർട്ട് ചെയ്യുക, ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പാക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് ടൈപ്പ് കൺവേർഷൻസ് എന്ന് പറയുക. ഇതിനെ 2 ആയിട്ട് തരംതിരിക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഇംപ്ലിസിറ്റിനെ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയാം. എക്സ്പ്ലിസിറ്റിനെ പറയുന്ന മറ്റൊരു പേര് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ഇംപ്ലിസിറ്റ് കമ്പൈലർ അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. എക്സ്പ്ലിസിറ്റ് ആരാണോ പ്രോഗ്രാം ചെയ്യുന്നത് അയാൾ ചെയ്ത് കൊടുക്കണം. ഇതാണ് ടൈപ്പ് കൺവേർഷൻ്റെ 2 രൂപങ്ങൾ.